കേരളത്തിന് പുറത്തുള്ള സ്ഥലത്താണ് ഈ ഫാമിലി. വളരെയേറെ അച്ചടക്കമുണ്ടായിരുന്ന, വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന ഒരു ഭാര്യ, മക്കൾ രണ്ടുപേരും അവർ കോളേജിലേക്ക് എത്തി. ഭർത്താവിന് അല്പം തിരക്കുള്ള ജോലിയുണ്ട്. ഭാര്യ അല്പം വീട്ടിൽ പ്രായത്തിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. 40-45 വയസ്സായി. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ കൂടെ ഈ ഭാര്യയ്ക്ക് വേറൊരവസ്ഥ വന്നു, ഒരു ലോൺലിനെസ് വല്ലാതെ ഫീൽ ചെയ്യുന്നു. അപ്പം ഞാനൊരു 10 വർഷം മുമ്പേ ഈ സഹോദരിക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് ലോൺലിനെസ് ഉണ്ടാകുന്നത്? അങ്ങനെ മനഃശാസ്ത്രപരമായ ചില കാരണങ്ങളാലുള്ള അവസ്ഥകളുണ്ടാകാം. പ്രത്യേകിച്ച് സ്ത്രീകൾ ചില പ്രത്യേക പ്രായത്തിൽ അങ്ങനെയൊക്കെ വന്നെന്ന് വരാം. പക്ഷെ അതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഞാൻ കൊടുത്തിരുന്നു. യേശുവുമായിട്ടുള്ള സുദൃഢമായ ഒരു ബന്ധം, ദൈവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ 1, 2, 3, 4 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിലേക്ക് നീ വളർന്നു വന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ലോൺലിനെസ്, വല്ലാത്തൊരു ഏകാന്തതയും മനസ്സിൽ ശൂന്യതയും വന്ന് കയറും. അപ്പോൾ ചില തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, എല്ലാ ദിവസവും വൈകുന്നേരം അവളുടെ 2 കൂട്ടുകാരികൾ അവളെ കൂട്ടിക്കൊണ്ട് കാറിന് വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകും. അവരവിടെ പോയിരുന്ന് പണത്തിനല്ല, ചീട്ട് കളിക്കും. അവർ എന്തെങ്കിലും ഭക്ഷണം കഴിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് അവർ പുറത്തേക്ക് പോയാൽ രാത്രി 11 മണിക്കാണ് തിരിച്ചു വരുന്നത്. മക്കൾ കോളേജിൽ നിന്ന് വരിക, അത് കഴിഞ്ഞ് ട്യൂഷൻ, അങ്ങനെ എന്തെങ്കിലും പരിപാടിയുണ്ട്, അതൊക്കെ കഴിഞ്ഞ് വീട്ടിലായിരിക്കുമ്പോൾ കുടുംബ പ്രാർത്ഥന നടത്തേണ്ട സമയത്തും ഒരുമിച്ചിരുന്ന മക്കളുമായി സംസാരിക്കേണ്ട സമയത്തും ഈ സ്ത്രീ 2 കൂട്ടുകാരികളുടെ കൂടെ അങ്ങനെ ഉല്ലസിക്കാൻ പോകുന്നു. അപ്പോൾ ഭർത്താവ് പരാതി പറഞ്ഞപ്പോൾ ഞാനിവളെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവൾ വല്ലാതെ പൊട്ടിത്തെറിച്ചു. എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവിന് ഇഷ്ടം പോലെ സഹപ്രവർത്തകരുണ്ട് ജോലിയിൽ, ബിസിനസ്സിൽ. എനിക്കാരുമില്ല, ഞാനിവിടെ ഒറ്റയ്ക്കാണ്. മക്കൾ കോളേജിലാണ്, അവരവരുടെ ലോകത്താണ്. അവർ തിരിച്ചു വന്നാൽ എന്നോടധികം വർത്തമാനം പറയുന്നില്ല. ഞാൻ പറഞ്ഞത്, നീ അങ്ങോട്ട് വർത്തമാനം പറയുന്നുണ്ടോ? ഞാൻ അധികം വർത്തമാനം പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതിന് കാരണം പലതും ഉണ്ടായിരുന്നു, അതൊക്കെ തിരുത്തപ്പെട്ടു. ഇപ്പം മക്കൾ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. മാതാപിതാക്കളുമായി കുറേ നേരം ഇരുന്ന് സംസാരിക്കണം. മക്കളെ അതിനുവേണ്ടി ഒരുക്കണം. മക്കൾ മാതാപിതാക്കളോട് സഹകരിക്കണം. ഇത് ഒക്കെ നഷ്ടപ്പെട്ടു പോയി. കാരണം ഈ കൂട്ടുകാരികളുടെ പുറകെ അങ്ങ് പോയി. അവർ രണ്ടുപേരും ദൈവവിശ്വാസികളല്ല, അല്പം മോശ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുമായിരുന്നു. അതിലേക്ക് ഇവള് പോയിട്ടില്ല ഇതുവരെ. ദൈവത്തിൻ്റെ കരുണയാൽ, അല്ലെങ്കിൽ ആ കുടുംബനാഥൻ്റെ പ്രാർത്ഥനയാൽ, മക്കളുടെ പ്രാർത്ഥനയാൽ, അല്ലെങ്കിൽ ഈ മകളുടെ അമ്മയുടെ പ്രാർത്ഥനയാൽ, അപ്പൻ്റെ പ്രാർത്ഥനയാൽ അത് പോയിട്ടില്ല. പക്ഷേ ഞാൻ അവളോട് പറഞ്ഞു, 100% ഈ 2 സ്ത്രീകൾ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം. ക്ലബിൽ പോയിട്ടുള്ള ഈ പരിപാടി അവസാനിപ്പിക്കണം. കേരളത്തിന് പുറത്താണിത്. ഒരു കാരണവശാലും ഇതിന് പോകാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. എല്ലാ ദിവസവും പകൽ സമയം കിട്ടുമ്പോൾ ജോലി കഴിഞ്ഞ് നന്നായിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്നൊരു സ്ത്രീയാണ്. നടക്കാൻ പോകും. 2, 3, 4, 5 കിലോമീറ്ററെങ്കിലും ഒരു ദിവസം നടക്കും. അങ്ങനെ നടക്കുന്ന സ്വഭാവമുള്ള ഒരു സ്ത്രീക്ക് ആത്മീയ ആരോഗ്യത്തിന് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഞാൻ പറയും, കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് ഒരു ധ്യാനമൊക്കെ കൂടിക്കഴിഞ്ഞാലുള്ള കൃപ കിട്ടിയത്. കുർബാനയുടെ മുമ്പിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇവർ ജോലിക്ക് പോയി കഴിയുമ്പോൾ പള്ളിയിലേക്ക് പോവുക, ഉച്ചവരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഭർത്താവ് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്നില്ല. അപ്പോൾ വന്നിട്ട് എന്തെങ്കിലും ചെറുതായി ഉണ്ടാക്കി ഭക്ഷിക്കാം. വൈകുന്നേരം വീണ്ടും നടക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ വീണ്ടും കുർബാനയുടെ മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു. ഈ ധ്യാനം കഴിഞ്ഞതിന് ശേഷം ഈ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അവൾ എന്നോട് പറഞ്ഞത്, എനിക്കൊരിക്കലും അവരെ പിരിയാൻ പറ്റില്ല. അവരെന്നോട് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ സന്തോഷിക്കും. ആ മലയാളി ആ സ്ത്രീ പറയുന്നത്, മലയാളികളോട് എനിക്ക് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ല. അവരെപ്പോഴും പരദോഷം അതും ഇതൊക്കെ പറയും. ഇവരാകട്ടെ എന്നെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. ശരിയായിരിക്കാം, അവർ ലൗകികമായിട്ട് ഇവളെ ആനന്ദിപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ നിൻ്റെ വലത് കൈ നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് മുറിച്ച് കളയണം. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാൻ ചുഴന്നെടുത്ത് കളയണം. 2 കൈകളും 2 കണ്ണുകളുമായി നരകത്തിൽ പോകുന്ന നല്ലത് ഇതില്ലാതെ സ്വർഗത്തിൽ പോകുന്നതാണെന്ന് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ വിലപ്പെട്ടതെന്ന് കരുതുന്ന
അല്ലെങ്കിൽ വളരെയേറെ അനിവാര്യമെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൃപ ചോർത്തി കളയുമെങ്കിൽ, നമ്മുടെ ആത്മീയ ആരോഗ്യത്തെ ബാധിക്കുമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതിയെ ബാധിക്കുമെങ്കിൽ, നമ്മുടെ ഈ ലോക ജീവിതത്തിലെ സാക്ഷി ജീവിതത്തിന് അത് ഇടർച്ചയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ വൈകുന്നേരങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാവരും മദ്യപിക്കും, ക്ലബിൽ ചീട്ട് കളിക്കും, ആ സമയത്ത് മദ്യപിക്കും. സാമ്പത്തിക സ്ഥിതിയുള്ള അല്പം ഉന്നത സ്ഥാനീയരായിട്ട് ഒരുമിച്ച് കൂടുന്നവരാണ്. അപ്പോൾ അല്പം മദ്യപിക്കും. ഞാൻ മദ്യപാനിയല്ല, പക്ഷേ അവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു പെഗ് കഴിക്കും. അപ്പോൾ ഞാൻ അവരോട്, കുറേ കാലം മുമ്പുള്ള കാര്യമാണ്, 10-25 വർഷം മുമ്പുള്ളതാണ്. ഞാൻ പറഞ്ഞു, പുതിയൊരു ചലഞ്ച് ഞാൻ മുന്നോട്ട് വെക്കാം. കുറച്ച് നേരം ഇരുന്ന് അവർ ഉല്ലസിക്കുന്നത് പാപകരമായ മാർഗമല്ലാത്ത ഉല്ലാസമാണെങ്കിൽ അത് അനുവദനീയമാണ്. പക്ഷേ അവിടെ മദ്യപിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പെഗ് എന്തിനത് കുടിക്കുന്ന, അവർക്ക് കമ്പനി കൊടുക്കാൻ വേണ്ടി. എന്തിനാണ് അങ്ങനെ ഒരു കമ്പനി കൊടുക്കുന്നത്? ഇപ്പോൾ ഒരു പെഗ് മദ്യം കഴിച്ച് അവർക്കൊരു കമ്പനി കൊടുക്കണമെന്ന് പറയുന്നയാൾ നാളെ ഈ പെഗ്ഗിൻ്റെ അളവ് കൂടില്ല എന്നും അവസാനം ഈ മദ്യം വഴി രോഗിയാവില്ലെന്നും അവസാനം മദ്യത്തിന് അടിമയാവില്ലെന്നും എന്താ ഒരു ഉറപ്പ്? ഇതൊക്കെ ഞാൻ പറഞ്ഞു പുതിയൊരു നല്ലൊരു സാക്ഷ്യം കൊടുക്കാം. എത്രയായിരുന്നാലും മദ്യം കഴിക്കരുത്. അങ്ങനെ അയാൾ മദ്യം കഴിക്കാതെ ഇരുന്നിരുന്ന് ഈ ക്ലബിൽ ഇവരുടെ കൂട്ടായ്മയിലുണ്ടായത് 10-12 പേരിൽ ഒരാൾ ലിവർ സിറോസിസ് പിടിച്ചു. ഡോക്ടർ പറഞ്ഞു മദ്യപാനം മൂലമാണെന്ന് പറഞ്ഞു. അതിവർക്കെല്ലാം ഒരു ഷോക്കായി. ലിവർ സിറോസിസ് പിടിച്ച വ്യക്തിയെ ഞാൻ ഈ പറഞ്ഞ ആൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് കൊണ്ടുവന്നു. അന്ന് ഞാൻ ബോംബെ ധ്യാന കേന്ദ്രത്തിൽ ഇവിടെ വന്നിരുന്നു. ഇവിടെ വന്നിട്ട് ആ ധ്യാനിക്കുന്ന വ്യക്തിയെ ഞാൻ കണ്ടു. അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടുകാരെല്ലാം ഷോക്കിലിരിക്കുകയാണ്, അവരെ എല്ലാം കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ അവരെല്ലാവരും മാറി വന്ന് ധ്യാനം കൂടി 2-3 ബാച്ചായിട്ട്. കാരണം ഈ ലിവർ സിറോസിസ് ബാധിച്ചെന്ന് പറയുന്ന ആൾക്ക് ധ്യാനം കൂടി കഴിഞ്ഞ് സൗഖ്യം കിട്ടി, ഒത്തിരി ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പതുക്കെ വന്നു. അപ്പോൾ ഒരു പെഗ് പോലും കുടിക്കാതെ ഒരു സാക്ഷ്യം കൊടുത്ത വ്യക്തി, അവർ യേശുവിൻ്റെ ദിവ്യസ്പർശനത്തിന് സാക്ഷ്യം കൊടുത്തത് വഴിയാണ് ഈ ലിവർ സിറോസിസ് വന്ന വ്യക്തി ഇവിടെ കൊണ്ടുവരാനിട വന്നത്. അയാളിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പോഴേക്ക് ബാക്കിയുള്ളവരും കൂടെ വന്നു. എന്നോട് ഈ അടുത്ത നാളുകളിൽ അയാളും അയാളുടെ ഭാര്യയും കൂടെ വന്നിട്ട് പറഞ്ഞത്, ഇപ്പോൾ ഞങ്ങളുടെ ഈ ക്ലബിൽ ചീട്ടുകളി ഇല്ല. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ മക്കളുമായിട്ട് സമയം ചെലവഴിക്കും. രണ്ടാമത്തെ കാര്യം, എല്ലാവരും മദ്യപാനം ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. കാരണം മദ്യം വഴി നശിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വലിയ ദുരന്തങ്ങൾ കാണുന്നു ഇവർ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാവിന് ആരോഗ്യം നശിപ്പിക്കുന്ന, ശരീരത്തിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന, കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സുസ്ഥിതിയും നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്ന, സ്വർഗോന്മുഖ ജീവിതം ഇല്ലാതാക്കുന്ന എന്ത് ലൗകികമായ, ഭൗതികമായ, മാനുഷികമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും, അത് എത്ര വിലപ്പെട്ടതും നമ്മൾ കരുതുന്നുണ്ടെങ്കിലും, എത്ര ഉയർന്ന പദവിയിലിരിക്കുന്നവരാണ് അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്നതെങ്കിലും, അത് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായാൽ തീർച്ചയായിട്ടും ആത്മാവിൻ്റെ ആരോഗ്യം ഉണ്ടാകും. സ്വർഗത്തിലേക്കുള്ള യാത്ര അത് സുരക്ഷിതമായിരിക്കും. നിത്യജീവിതം നമുക്ക് ഉറപ്പായിരിക്കും.